ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണത്. ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയില്ലേ, ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് റവയും ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 5 ചുവന്നുള്ളിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാവേ. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശമാവൊക്കെ ഇല്ലേ, ആ ഒരു പാകത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു മാവും ഇരിക്കണത്. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. ഇനി ഇത് തുറന്നിട്ട് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് ഈ മാവ് കൊണ്ടുള്ള നല്ല രുചിയുള്ള ദോശയാണ്. ഇനി ഈ ദോശയൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാവേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അതുപോലെ ഈ ഒരു അളവിലാണ് നമ്മൾ മാവ് എടുക്കണതെങ്കിൽ ഈ ഒരു വലിപ്പത്തിലുള്ള 6 ഗോതമ്പ് ദോശയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇതാകുമ്പോൾ തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഗോതമ്പ് ദോശയൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്